അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നോമ്പുകാരന് രണ്ട് സന്തോഷങ്ങളുണ്ട്. ഒന്ന്, നോമ്പ് തുറക്കുന്ന സമയത്തുള്ള സന്തോഷമാണ്. ആ സന്തോഷത്തിന് വിവിധങ്ങളായ കാരണങ്ങളുണ്ട്. ഒന്ന്, സുബ്ഹ് മുതൽ മഗ്രിബ് വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചതാണല്ലോ, ഇനി വല്ലതും കഴിക്കാം എന്ന ഒരു സന്തോഷം. മറ്റൊന്ന്, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം എനിക്ക് ഒരു നോമ്പനുഷ്ഠിക്കാൻ സാധിച്ചല്ലോ, അള്ളാഹുവിനെ അനുസരിച്ച് ഞാനൊരു നോമ്പ് നോറ്റല്ലോ, ഈ ഒരു സന്തോഷമാണ്. എന്നാൽ രണ്ടാമത്തെ ഒരു സന്തോഷം നോമ്പുകാരനുള്ളത് പാരത്രിക ലോകത്ത് സ്വർഗീയ ആരാമത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോഴാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലിസ്വാഇമി ഫർഹത്താനി, നോമ്പുകാരന് രണ്ട് സന്തോഷം. ഒന്ന്, ഇൻദൽ ഫിത്രി, നോമ്പ് തുറക്കുന്ന സമയത്ത്. മറ്റൊന്ന്, വഇൻദ ലിഖാഇ റബ്ബിഹി, അവൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ. ഈ ഹദീസ് വ്യക്തമാക്കുന്ന ഒരു വസ്തുത, നോമ്പനുഷ്ഠിക്കുന്ന ആളുകൾക്ക് സ്വർഗലോകത്ത് അള്ളാഹുവിനെ കാണാൻ സാധിക്കും. അള്ളാഹുവിനെ കാണുക എന്നത് നോമ്പുകാരന് അള്ളാഹു നൽകുന്ന ഒരു പ്രതിഫലമാണ്. സ്വർഗീയ പൂങ്കാവനത്തിൽ വളരെ അനുഭൂതികൾ ഉണ്ടെങ്കിലും ഏറ്റവും വലിയ അനുഭൂതി മറ്റെല്ലാ സുഖങ്ങളെയും എല്ലാ ആസ്വാദനങ്ങളെയും മറപ്പിച്ചു കളയുന്ന തരത്തിലുള്ള ആസ്വാദനമാണല്ലോ അള്ളാഹുവിനെ കാണുമ്പോഴുണ്ടാവുക. ആ കാഴ്ചയാണ് നോമ്പുകാരന് നോമ്പിൻ്റെ പ്രതിഫലമായി അള്ളാഹു നൽകുക എന്ന് ഈ ഹദീസ് വ്യക്തമാക്കുന്നു. ആ വിധം റബ്ബ് സുബ്ഹാനഹു വ തആലയെ കാണാനുതകുന്ന തരത്തിലുള്ള നോമ്പുകളായി നമ്മുടെ നോമ്പിനെ നമുക്ക് പാകപ്പെടുത്താം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.